ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കൽ കോഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടാൻ പോകുന്നത് ഒരു ഫോൺ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എനിക്കൊരു ഫോൺ കിട്ടിയെന്ന് വെച്ചാൽ അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചു. സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫോൺ വേറെ ഒന്നുമല്ല, നോക്കിയ 6.2 എന്നുള്ളൊരു ഫോണാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നോക്കിയയുടെ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ താഴെയായിട്ട് നോക്കിയ 6.2 എന്നും എൻ്റെ ആൻഡ്രോയിഡ് 1 എന്നും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ എനിക്ക് ആൻഡ്രോയിഡ് 9 എന്നും പ്യൂർ ഡിസ്പ്ലേ ആണെന്നും HDR വീഡിയോ എന്നും 6.3 ഫുൾ HD ഡിസ്പ്ലേ ആണെന്നും പിന്നെ 16 മെഗാപിക്സലും 8 മെഗാപിക്സലും അൾട്രാ വൈഡും പിന്നെ 5 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണെന്നും പിന്നെ 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണെന്നും പിന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ബട്ടൺ ഉണ്ടെന്നും പിന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ 636 പ്രോസസ്സറാണെന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡിൽ ഇവിടെ സൈഡിലായിട്ട് അപ് ടു ഡേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 കൊല്ലത്തെ അപ്ഡേറ്റുകൾ എനിക്ക് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നതാണ്. എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സിങ് കൂടെ വശത്ത് തന്നെ ഫോൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ മാറ്റി വയ്ക്കുകയാണ്. വശത്ത് തന്നെ ഇവിടെ സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിലായിട്ട് ഇവിടെ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് പല ലാംഗ്വേജിലായിട്ട്. അപ്പോൾ അടുത്ത ബോക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വശത്ത് തന്നെ ഇവിടെ ചാർജ് കാണാൻ പറ്റും. ചാർജർ 10 വോൾട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഹെഡ്ഫോൺസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഫോണിൽ ഹെഡ്ഫോൺസ് കൊടുക്കാറില്ല, അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ടൈപ്പ് സി പോർട്ടാണ്, ടൈപ്പ് സി ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.3 ഫുൾ HD ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നിങ്ങൾക്ക് കാണാൻ പറ്റും, വാട്ടർ ഡോപ്പ് നോച്ചാണ്. അപ്പോൾ ഇവിടെ അടിയിലായിട്ട് നോക്കിയയുടെ ബ്രാൻഡിങ്ങും പിന്നെ സൈഡിലായിട്ട് പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ പവർ ബട്ടൻ്റെ അടുത്ത് തന്നെയാണ് നോട്ടിഫിക്കേഷൻ ലൈറ്റും കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അടുത്തായിട്ട് വോളിയം റോക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. അടിയിലായിട്ട് സ്പീക്കർ ഗില്ലും അതുപോലെ തന്നെ ടൈപ്പ് സി പോർട്ടും പിന്നെ മൈക്കും കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് പിന്നെ ഓഡിയോ ജാക്കും പിന്നെ വോയിസ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് സിം ട്രേയും ഗൂഗിൾ അസിസ്റ്റൻറ്റും ബട്ടണും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. 16 മെഗാപിക്സലും പിന്നെ 8 മെഗാപിക്സൽ അൾട്രാ വൈഡും 5 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻ്റ് നടുവിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിം ട്രേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 സിമ്മും പിന്നെ ഒരു മെമ്മറി കാർഡ് നിങ്ങൾക്ക് ഇതിലിടാൻ പറ്റും. ഇതിൽ 2 സിമ്മും നിങ്ങൾക്ക് 4G വോൾട്ടി അനാബിൾഡ് ആയിട്ടുള്ള ഇടാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് നിങ്ങൾക്ക് ഇതിൽ അവിടെ ഇടാൻ പറ്റും. 512 GB വരെ അതിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും സ്റ്റോറേജ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ഗ്ലാസ് ബിൽഡാണ്. ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുമാത്രമല്ല ഒരു നല്ലൊരു ഡിസൈനാണ്, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് അടുത്തായിട്ടൊന്ന് ഓണാക്കി വെക്കാം. ഇപ്പോൾ വശത്ത് തന്നെ ആൻഡ്രോയിഡ് 1 എന്ന് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു സൗണ്ട് ഇപ്പോഴും അവർ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഓണായിട്ടുണ്ട്. ഫസ്റ്റ് ഇതിൻ്റെ ഒരു OS നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 9 ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ആദ്യം ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആൻഡ്രോയിഡ് 10 ആണ് ഇതിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഇതിലുണ്ട്. നിങ്ങൾക്ക് ബ്ലോട്ട് വേഴ്സണും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിലുണ്ടാവുക. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ആൻഡ്രോയിഡ് 10 ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു മീഡിയം സ്പീഡൊക്കെയാണുള്ളത്. ഒരു നോർമൽ സ്പീഡാണുള്ളത്. വലിയൊരു രീതിയിൽ സ്പീഡൊന്നുമില്ല. അടുത്തൊരു ഫേസ് അൺലോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഡിലേ നൽകുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, കുറച്ചൊരു ടൈം എടുത്തെടുക്കുന്നുണ്ട് ഫേസ് അൺലോക്ക് ചെയ്യാം. ഇവിടെ കാണാൻ പറ്റും. വേക്കപ്പായി ഓണായി. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇത് ഗെയിമിങ്ങിൻ്റെയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ സ്നാപ്ഡ്രാഗൺ 636 പ്രോസസ്സറാണ്. കുറച്ച് പഴയൊരു പ്രോസസ്സറാണ്. എന്നാൽ പോലും നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. ഒരു ഹൈയിലൊക്കെ ഇട്ടിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ലാഗൊക്കെ വരുന്നുണ്ട്. അതൊരു പഴയ പ്രോസസ്സറൊക്കെ ആയതുകൊണ്ടാണ്. എന്നാലും ഒരു അത്യാവശ്യം നല്ല സ്മൂത്തിൽ ഡെയിലി യൂസേജിലൊക്കെ നല്ല രീതിയിൽ എനിക്ക് നൽകുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റും. ഇതിലെ ഗെയിമിങ്ങൊക്കെ കാണുന്നതാണെങ്കിൽ
ഓക്കെ, അപ്പോൾ പബ്ജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ജി നമുക്ക് ഹൈയിലൊക്കെ ഇട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ലാഗ് വരുന്നുണ്ട്. കാരണം ഒരു പഴയ പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെയാണ്. എന്നാലും കുറേ നേരമൊക്കെ കളിക്കുമ്പോഴാണ് വരുന്നത്. വലിയ വേറെ പ്രശ്നമൊന്നും അതിലൊന്നും ഫീൽ ആയിട്ടില്ല. അപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഫോണായിട്ടില്ല, ഇത് ഡെയിലി യൂസേജിനൊക്കെ ആയിട്ടും അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഗെയിം കളിക്കാൻ പറ്റും. ഒരു വലിയ രീതിയിൽ ഹെവി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അടുത്ത ക്യാമറയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 മെഗാപിക്സൽ കൊടുത്തിട്ടുണ്ട് റിയർ ക്യാമറ, അൾട്രാ വൈഡ് 8 മെഗാപിക്സൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെപ്ത് സെൻസറായിട്ട് 5 മെഗാപിക്സലും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരാം. കാണിച്ചു തരാം. ഇതൊക്കെ കാണാൻ പറ്റും. അത് അത്യാവശ്യം നല്ല രീതിയിൽ അതിലൊരു ക്ലിയറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഡുവൽ മോഡ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയും. നിങ്ങളൊരു ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ല, ഇത് അതിൽ നിന്നെടുത്തൊരു വീഡിയോ ആണ്. ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വരുന്ന ഒരു വീഡിയോ ആണ്. ഫോട്ടോയും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡുവലായിട്ട് എടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഡുവലാണ്. നിങ്ങൾക്ക് വ്ളോഗിങ് ഒക്കെ ചെയ്യുന്ന സമയത്തും ബാക്കും ഫ്രണ്ടും ഒരുമിച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ PIP എന്നുണ്ട്, ലെയറായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നതാണ്. നല്ലൊരു ഫീച്ചർ തന്നെയാണത്. അടുത്തതായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് മോഡിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് കാണിച്ചു തരാം. എനിക്ക് ഒരു എഫക്റ്റ് കാണാൻ പറ്റും. അതിൻ്റെ ഫോട്ടോ ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പോർട്രേറ്റ് മോഡിൽ ഫ്രണ്ട് ക്യാമറയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബാക്ക് ക്യാമറ എന്നിട്ടുള്ളതാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ക്ലിയറൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊന്ന് അൾട്രാ വൈഡിൽ ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ ആണ്. അടുത്തത് അൾട്രാ വൈഡിൽ നൈറ്റ് മോഡിലാണ് ഇട്ടത്. നൈറ്റ് മോഡിൽ ജസ്റ്റ് ഇട്ട് നോക്കിയതാണ്. അപ്പോൾ അടുത്തത് ബാക്ക് ക്യാമറയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ആണ്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതും ഒരു ബാക്ക് ക്യാമറ എന്നിട്ടുള്ള ഫോട്ടോ ആണ്. അപ്പോൾ ഇത് ഫ്രണ്ട് ക്യാമറ എന്നിട്ടുള്ള ഫോട്ടോ ആണ്. ജസ്റ്റ് ഒരു വൈറ്റ് കളർ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അടുത്ത് ഇത്രയൊക്കെയാണ്. ക്യാമറയെ നോക്കുകയാണെന്നെങ്കിൽ കാണാൻ പറ്റും. വൈഡ് ആംഗിളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. വൈഡ് ആംഗിളൊക്കെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ റെസൊല്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 4Kയിൽ 30 FPS വരെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ 180pയിൽ 16 FPS വരെ ഉപയോഗിക്കാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ 180p 30 FPS വരെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത്രയൊക്കെയാണ് എൻ്റെ ക്യാമറയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുള്ള 4K വീഡിയോ 30 FPS എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതിൻ്റെ സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണല്ലോ. ഇതിൽ ഗൂഗിൾ ക്യാമറ ഞാനൊന്ന് കാണിച്ചു തരാം. ഗൂഗിൾ ക്യാമറ ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഗൂഗിൾ ക്യാമറയിൽ നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക്, ഗൂഗിൾ ക്യാമറയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സപ്പോർട്ടഡ് ആണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ കാണാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാവുന്നത്. നല്ല രീതിയിൽ എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഗൂഗിൾ ക്യാമറയിൽ നിന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോണിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ അൺബോക്സിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് പറയുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങിയിട്ട് എനിക്ക് കിട്ടിയിട്ട് ഒരു 20 ദിവസമൊക്കെ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അന്ന് അൺബോക്സ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ അന്ന് എനിക്ക് പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ, 20 ദിവസത്തിന് ഉപയോഗിച്ചതിൻ്റെ റിവ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതാണ്. ഫസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു നല്ല കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സൊക്കെ ഒന്ന് പറഞ്ഞു തരാം. അതിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോക്ക് ആൻഡ് എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ലൊരു ബ്ലോട്ട് പേഴ്സും കാര്യങ്ങളും ആപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നല്ലൊരു ക്ലീൻ ആയിട്ടാണ് ഉണ്ടാവുക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അടുത്തത് രണ്ടാമത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ആണ്. ഇതിൽ 3500 mAh ബാറ്ററിയാണ് ഇതിൽ കിട്ടുന്നത്. അങ്ങനത്തെ പറയാൻ മുട്ടുപോയതാണ്. ഓക്കെ, നല്ല രീതിയിലൊക്കെ എനിക്ക് ഇതിൽ ബാറ്ററി കൺസപ്ഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. 3500 mAh ആണെങ്കിൽ നല്ലൊരു ബാറ്ററി കൺസപ്ഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾ സാധാരണ നോർമൽ യൂസേജിലാണെങ്കിൽ എനിക്ക് ഒരു ദിവസം മുഴുവനായിട്ട് കിട്ടുന്നതാണ്. അതിൽ നിങ്ങളൊരു ഹെവി ആയിട്ട് കളിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 7-8 മണിക്കൂർ വരെ നിങ്ങൾക്ക് ബാറ്ററി കൺസംഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചാർജിങ് ആണ്. അതിൽ 10 വാട്ട് ചാർജറാണ് നൽകിയിട്ടുള്ളത്, ഫാസ്റ്റ് ചാർജിങ് അല്ല. പക്ഷേ എന്നാൽ പോലും ഇതിൽ 2.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഫുൾ ചാർജിങ് കിട്ടുന്നുണ്ട്. 2.5 മണിക്കൂറിനുള്ളിൽ തന്നെ ചാർജ് ഫുള്ളാകുന്നുണ്ട്. അത് വേറൊരു കാര്യം തന്നെയാണ്.
അപ്പോൾ അടുത്തത് ഇതിൻ്റെ ഒരു മോശം ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് തന്നെ പറയുന്നത് ഇതിൻ്റെ പ്രൊസസ്സറാണ്. ഈ ഒരു പ്രൊസസ്സർ കുറച്ച് പഴയ പ്രൊസസ്സറാണ്. പക്ഷേ നിങ്ങൾ ഒരു നോർമൽ യൂസേജിന് നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് വർക്കാകുന്നുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു ഹെവി ആയിട്ട് ഗെയിമൊക്കെ കളിക്കുന്നതാണെങ്കിൽ ചെറിയ രീതിയിൽ ലാഗ് വരുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് നേരം കളിക്കുമ്പോഴൊക്കെയാണ് ഇത് വരുന്നത്. സോ നിങ്ങൾ നോർമൽ യൂസേജൊക്കെ ആണെങ്കിൽ പ്രശ്നത്തില്ല. അപ്പോൾ അടുത്തത് എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡിസൈനാണ്. ഇതിൻ്റെ ഡിസൈനിൽ ഗ്ലാസ് ബിൽഡാണ്. പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു താഴെ വീണ് പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിൽ ചെറിയ രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ച് തരാൻ ആദ്യം കാണിച്ച് തരാത്തതെന്ന് വെച്ചാൽ റിവ്യൂവിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ചെറിയ രീതിയിൽ താഴെയായിട്ട് പൊട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു കവർ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കവർ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ലിങ്കിന് കൊടുക്കാം നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ. ഓക്കെ, നല്ലൊരു കവറാണ്. അതിൻ്റെ ക്യാമറ വരെ കവർ ചെയ്തിട്ടുള്ള നല്ലൊരു കവറാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഫോൺ വാങ്ങുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് സോഴ്സ് കൊടുത്തിട്ട്. അടുത്തത് രണ്ടാമത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ക്യാമറയാണ്. ഇപ്പോൾ ഇതിൻ്റെ ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഹീറ്റിങ് വരുന്നുണ്ട്, പിന്നെ നല്ല രീതിയിൽ ബാറ്ററി നല്ല രീതിയിൽ ഡ്രെയിൻ ആകുന്നുണ്ടെന്നാണ്. സോ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ചില സമയത്ത് ഈ ക്യാമറ ഉപയോഗിക്കുമ്പോൾ ചില സമയത്ത് ബ്ലാക്ക് ആയിരിക്കും, ക്യാമറ വരത്തില്ല, റീസ്റ്റാർട്ട് ചെയ്താലേ അത് വരുന്നുള്ളൂ. അത് ചില സമയത്താണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ക്യാമറ നമ്മുടെ ഫോണിലുള്ള ക്യാമറയെക്കാട്ടും അതിന് പുറമെ ഞാൻ ഓപ്പൺ ക്യാമറ എന്നുള്ള ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഗൂഗിൾ ക്യാമറ എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ കമ്പയർ ചെയ്തിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. സോ അതുകൊണ്ടാണെന്ന് അറിയത്തില്ല, അതൊരു പ്രശ്നമാണ്, അതൊന്നും പറഞ്ഞു തന്നതാണ്. സോ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ക്യാമറ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മൈക്ക് ഉപയോഗിക്കുമല്ലോ, മൈക്ക് ഉപയോഗിക്കാൻ സപ്പോർട്ടിട്ടല്ല. നിങ്ങൾ ഈ ഓപ്പൺ ക്യാമറ എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അത് വേറൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇതിൽ വൈഫൈ, അതായത് നിങ്ങൾക്ക് റേഞ്ചേ കിട്ടാത്ത സമയമാണെന്നുണ്ടെങ്കിൽ, അല്ലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വൈഫൈ ഉണ്ടെങ്കിൽ ആ വൈഫൈ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫീച്ചർ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഏകദേശം ഫോണുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഫോണിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഫീച്ചർ ഈ ഫോണിലില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊരു നല്ല ഫോൺ എല്ലാവരും, പക്ഷേ നല്ല രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു ഫോണാണ്. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നല്ല രീതിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഞാനിതിൽ പക്ഷേ തന്നെ ഈ ഗൂഗിൾ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ സാധാരണ നിങ്ങളുടെ ക്യാമറയിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസിനെക്കാട്ടും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ ക്യാമറയിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോണിൽ, നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ ഗൂഗിൾ ക്യാമറ എന്നിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല രീതിയിൽ എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. സോ അതങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി ഞാൻ ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പോയി കാണാവുന്നതാണ്. സോ ക്യാമറയിൽ എനിക്ക് നല്ലൊരു ക്യാമറ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഞാനായിട്ട് കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഗെയിമിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെവി ഗെയിംസൊക്കെ ഞാൻ ചെറിയ രീതിയിലേ കളിക്കാറുള്ളൂ, വലിയൊരു സംഭവത്തിൻ്റെ രീതിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വലിങ്ങനെ ലാഗൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ചില സമയത്ത് ഞാൻ ഒരുപാട് സമയം ഉപയോഗിച്ചപ്പോൾ ചില സമയത്ത് ലാഗ് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഓവറോൾ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രൈസായിരിക്കും നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ വാങ്ങുന്ന സമയത്ത് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ എനിക്കറിയത്തില്ല, ആ ഒരു സമയത്ത് 15,000 റേഞ്ചാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അതിന് 13,000 റേഞ്ചേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് 15,000 റേഞ്ചാണ്. പക്ഷേ അപ്പോൾ ഞാൻ വാങ്ങിയിട്ടില്ല, എനിക്ക് വാങ്ങിത്തന്നതാണ്, ഗൾഫിൽ നിന്ന് ഒരാൾ വാങ്ങിത്തന്നതാണ്. അപ്പോൾ അവിടെ ഗൾഫിലെ പ്രൈസ് ഇവിടെ കൺവേർട്ട് ചെയ്ത് തരും 10,000 രൂപയെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 10,000 റേഞ്ചിൽ നല്ലൊരു ഫോൺ തന്നെയാണിത്. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ബിൽഡാണ്, അതുപോലെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരു 10,000 റേഞ്ചിൽ നല്ലൊരു ഫോൺ തന്നെയാണ്. അതല്ല നിങ്ങൾ 13,000 റേഞ്ചിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ തന്നെ വാങ്ങുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ചിൽ ഒരുപാട് നല്ല ഫോൺ, റെഡ്മീൻ്റെ ഒരുപാട് ഇതിനേക്കാളും പ്രൊസസ്സറും അതുപോലെ തന്നെ ക്യാമറയും ഒരുപാട് നല്ല അടിപൊളി ഫോൺസൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ബിൽഡും അങ്ങനത്തെ ഒരു നോർമൽ യൂസേജിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കാവുന്നതാണ്. 10,000 റേഞ്ചിൽ നല്ലൊരു ഫോൺ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ, റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു നല്ല ഫോണല്ല എന്ന്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നു, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.